നിങ്ങൾ വിചാരിക്കും ഇന്ന് എന്റെ കല്യാണമാണെന്ന്, പക്ഷെ അല്ല. ഇന്ന് എന്റെ 10ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാ. പിന്നെന്താ ഈ വേഷത്തിലെന്നല്ലേ? നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലെ റീൽസിനകത്തൊക്കെ കാണുന്നില്ലേ ഓരോ കപ്പിൾസ് ഇങ്ങനെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ റീക്രിയേറ്റ് ചെയ്യുന്നത്? അതുപോലത്തെ ഒരു സംഭവം ചെയ്യാൻ പോവാ ഞാനും. പക്ഷെ അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ പിശുക്കന എന്റെ ഭർത്താവ്. ഇന്നത്തെ ഈ സംഭവത്തിന് ചുക്കാൻ പിടിച്ചേക്കുന്നത് ഞങ്ങളുടെ അയൽവക്കക്കാരനായ വിനീഷ. വെറും വിനീഷ് അല്ല, വർക്കൗട്ട് വിനീഷ്. അവന്റെ വർക്കൗട്ട് ഇന്ന് റെഡിയായ എന്റെ ചേട്ടന്റെ പിശുക്കും മാറും. മഞ്ജു, മഞ്ജു, അയ്യോ വർക്കൗട്ട് വിനീഷേ, നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് മുറിക്കാനുള്ള കേക്ക് റെഡി. എന്റെ കയ്യിൽ നിന്ന് 25,000 രൂപ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഈ കേക്കാന്നോടെ കൊണ്ടുവന്നേ? എടി പറയണ കേക്ക്. ആ 25,000 രൂപയ്ക്ക് ഞാനൊരു ഡയമണ്ട് മോതിരം മേടിച്ച് ഈ കേക്കിനകത്ത് വെച്ചിരിക്കുകയാണ്. എന്തിന്? എന്റെ കെട്ടും പിശുക്കനാന്നല്ലേ പറഞ്ഞേ. പുള്ളി വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഈ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഈ കേക്കിന്റെ ഒരു പീസും കഴിക്കുമ്പോൾ അതിനകത്തുനിന്ന് ഡയമണ്ടിന്റെ റിങ് കാണുന്നു. അപ്പൊ പുള്ളി വിചാരിക്കുന്നു എന്റെ ഭാര്യക്ക് എന്നോട് എന്ത് സ്നേഹമാണ്. അപ്പൊ പുള്ളി വിചാരിക്കല്ലേ ഇവക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണമെന്ന്. അടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് നിങ്ങൾക്ക് പുള്ളി ഒരു വെഡിങ്ങിന് ഒരു മാല തരും. തരുവോ? പിന്നെ പിന്നെ. പക്ഷെ ഈ കേക്കിനകത്ത് എവിടെയാണോ മോതിരം? എന്റെ മഞ്ജു, അത് പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. ആ കേക്കിനകത്ത് എം എന്ന് പറഞ്ഞൊരു അക്ഷരമില്ലേ, അതിന്റെ അടിയിലാണ് ഞാൻ റിങ് വെച്ചിരിക്കുന്നത്. എടാ ഇതിനകത്ത് 2 എം ഇല്ലേ? 2 എമ്മോ? എടാ എന്റെ ചേട്ടന്റെ പേര് മനോഹരന്റെ എം. മനോഹരന്റെ എം. എന്റെ മഞ്ജു, നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ കേക്ക് ഉണ്ടാക്കിയവന്റെ ഒരു സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ മഞ്ജുവിന്റെ എമ്മിന്റെ അടിയിലെ റിങ് വെക്കാൻ സാധ്യതയുള്ളൂ. ഉറപ്പാണോ? പിന്നെ നീ ധൈര്യമായിട്ട് മുന്നോട്ട് വെക്കും, ഒരു പ്രശ്നമില്ല. എന്നാ വെയിലും എന്നാ ചൂടുപാടാവേ. അതിന് കുട കൂടി വന്നാ പോരെ, പ്രശ്നം തീർന്നില്ലേ? എന്റെ വിനീഷേ, നീ അപ്പൊ ഈ രാജ്യത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? ഓസോൺ പാളിക്ക് വില്ലൽ വീണേക്കല്ലേ? അതിനിടവഴി അൾട്രാവയലറ്റ് രശ്മികൾ ഈ കുടയിൽ അടച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കളർ പോകും. അത് ശരി. പിന്നെ നടന്നു വരാൻ പറ്റുമോ? റോഡൊക്കെ പടുത്തിട്ട് ആറിന് ചൂട് പിടിച്ചിട്ട് കാല് വെച്ചാ പൊള്ളുക. ഈ ചെരുപ്പ് എടുത്ത് കാലം ഇട്ടുകൂടായിരുന്നു മനുഷ്യ? എന്നിട്ട് വേണം ചെരുപ്പ് തീർന്നു പോകാൻ. 10 വർഷം മുമ്പ് 25 രൂപ 50 പൈസക്ക് മേടിച്ച ചെരുപ്പാ കണ്ടോ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത് പൊക്കി പിടിച്ചോ നടക്കണം? എന്തിനാണ്? എടാ, ഞാൻ രാവിലെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അമ്പലത്തിൽ പോയതാ. അമ്പലത്തിൽ കയറുമ്പോ നീ ചെരുപ്പൂരി പുറത്തിടുവോ? ഞാൻ ചെരുപ്പൂരി അമ്പലത്തിന്റെ വെളിയിലിടും. അപ്പൊ ഞാൻ അങ്ങനെ ചെരുപ്പൂരി പുറത്തിടാൻ വേണ്ടി കൊണ്ടുപോയി ചെരുപ്പാണിത്. കൊണ്ടുപോയി അകത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്ക്. നാളെ സുമതിയുടെ വീട്ടിൽ പോകുമ്പോ അവരെ ഉമ്മറത്ത് വെച്ചിട്ട് അകത്തേക്ക് കയറാനുള്ള ചെരുപ്പാണ്. എന്തൊരു കഷ്ടമാണിത്. മനുഷ്യ, ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്നുള്ള ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓർമ്മയുണ്ടോന്ന്? എടാ, അതിനാണ് ഞാൻ രാവിലെ പോയി കേക്ക് മേടിച്ചോണ്ട് വന്നേക്കുന്നത്. പിന്നല്ല കേക്ക് മേടിച്ചോ നിങ്ങള്? പിന്നെ എന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ കേക്ക് മേടിക്കും. 10 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേ വരെ ഒരു മുട്ടുസൂചി എനിക്കൊന്നും പറഞ്ഞ് വാങ്ങിച്ചു തന്നിട്ടില്ല. എന്താണ് അവിടെ? ഒന്നുമില്ല. എടി, ആളുകൾ എപ്പോഴാ മാറുന്നത് പറയാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യും, പുള്ളി കൊണ്ടുവന്ന കേക്ക് നമുക്ക് ആദ്യം കട്ട് ചെയ്യാം. നീ ഒരു കാര്യം, മറ്റേ കേക്ക് നമുക്ക് വൈകുന്നേരം കട്ട് ചെയ്യാം. ഓക്കെ, നീ പോയി കട്ട് എടുത്തിട്ട്. ചേട്ടാ, സംഭവം ഒന്നുമില്ല. നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോഴേ ഈ തൊപ്പി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലത്. ഇതൊക്കെ അധിക ചെലവാണ്. തൊപ്പിയൊക്കെ ഇതാരാണ് പൈസ മുടക്കി? അവൾക്ക് ഇതല്ല ദൂർത്താണ്. അവള് ദൂർത്തിന്റെ ആളാണ്. ഒന്നുമില്ലെന്ന് ഞാൻ കൊണ്ടുവന്നത്. നീ കൊണ്ടുവന്നു? ഞാൻ കൊണ്ടുവന്നത്. അപ്പൊ കേക്ക് കട്ട് ചെയ്യുമ്പോ തൊപ്പി ഒരു അത്യാവശ്യ ഘടകമാണ്. അതാണ് അടിപൊളിയല്ലേ? കേക്ക് എടുത്തു. അടിപൊളിയാക്കും. വെഡിങ് ആനിവേഴ്സറിക്ക് മുറിക്കാനുള്ള കേക്ക്. കപ്പ് കേക്കോ? ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. നാടി കൊണ്ട് വെട്ടിപ്പൊളന്ന് തിന്ന്. എന്റെ കെട്ടിയ വെഡിങ് ആനിവേഴ്സറിക്ക് മുറിക്കാൻ കൊണ്ടുവന്ന കേക്കാണ് ഇതോ. 10 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ട് എനിക്ക് വാങ്ങിച്ചു തന്ന കേക്കായത്. എനിക്ക് വേണ്ട നിങ്ങളുടെ കേക്ക്. എന്റെ 3 രൂപ 50 പൈസ ഉരുണ്ട് പോണ പോക്ക്. നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തരണ്ട. 800 രൂപ കൊടുത്ത് നല്ല അന്തസ്സായിട്ട് ഒരു കേക്ക് ഞാൻ ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ, 800 രൂപയുടെ കേക്കോ? ദൂർത്ത് 800 രൂപയ്ക്ക് അത് എന്താ കേക്കാടിയത്? ബ്ലൂബെറി. ഉള്ള പൈസ മുഴുവൻ കേക്ക് മേടിക്കണം. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ കേക്ക് ഞാനാണ് നിങ്ങൾക്ക് വേണ്ടി വെഡിങ് ആനിവേഴ്സറിക്ക് സ്പോൺസർ ചെയ്തത്. വിനീഷേ, നിന്റെ ബ്ലൂബെറി ആണോ? എന്റെ ബ്ലൂബെറി. കുഴപ്പമില്ല. പക്ഷെ ഭയങ്കര പിശുക്കനാണ് ഈ മനുഷ്യൻ. ഭയങ്കര പിശുക്കനാ. എന്തൊരു പിശുക്കാണ് ചേട്ടാ, ഇങ്ങനെയൊക്കെ പിശുക്കാവോ? കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. ഒരു കുഞ്ഞിക്കാല് കാണുന്ന കാര്യത്തിൽ പോലും ഇങ്ങാർക്ക് പിശുക്കാണ്. എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ പിശുക്കാവോ? ഒരു കുട്ടി ഉണ്ടാവണമെന്നുള്ള അവര് ആഗ്രഹമില്ല, സാധിച്ചു കൊടുക്കാൻ പാടില്ല. എന്താണ് ഈ ചാടി കടിക്കാൻ വരുന്നത്? അവർക്ക് ഒരു കുഞ്ഞിക്കാല് കാണണമെന്നല്ലേ ആഗ്രഹമുള്ളൂ. എനിക്ക് 4 കുഞ്ഞുങ്ങൾ വേണമെന്നുള്ള ആഗ്രഹം
സ്വന്തക്കാരനാണ് ഞാൻ. 4? ആ നിനക്ക് ഒരു കുഞ്ഞിക്കാലി കാണുന്നില്ലേ ആഗ്രഹം? പുള്ളിക്ക് 4 കുട്ടികൾ വേണമെന്നാണ് ആഗ്രഹം. കുട്ടിയുടെ അയാളുടെ ആഗ്രഹം പറഞ്ഞില്ലേ, ആ ഡിമാൻഡ് എന്തുവാന്നൂടെ പോയി ചോദിക്കും. എന്താണ് ഡിമാൻഡ് വല്ലതും ഉണ്ടോ? ഒറ്റ പ്രസവത്തിൽ 4 കുഞ്ഞുങ്ങൾ വേണം. ഒറ്റ പ്രസവത്തിൽ 4 കുഞ്ഞുങ്ങളോ? എടാ ഇപ്പോഴത്തെ കാലത്ത് ഒരു പ്രസവം എന്ന് പറഞ്ഞാൽ ഒരു 50,000 രൂപയെങ്കിലും ചെലവാകും. അതിന് ഒറ്റ പ്രസവത്തിന് 4 കുഞ്ഞുങ്ങളെങ്കിൽ 1,50,000 രൂപ പോക്കറ്റ് കിടക്കും. എന്തൊരു മനുഷ്യനാണ് ഇത്. കണക്കൂട്ടി ജീവിക്കാൻ പഠിക്കണം ഇങ്ങനത്തെ കാലത്ത്. ഈ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാണ്ടല്ലോ, ആ. വീടിനൊരു സന്തോഷമാണ്. പിള്ളേർ ഇങ്ങനെ ഓടിച്ചാടി നടക്കാന്ന് പറഞ്ഞാൽ വീടിന് എന്തുകൊണ്ട് ഒരു സന്തോഷമാണ്. എന്റെ അഭിപ്രായത്തിൽ കുടുംബജീവിതം എന്ന് പറഞ്ഞാലുണ്ടല്ലോ ആ. KSRTC ബസ് പോലെയാണ്. അതിനാ ഏത് റൂട്ടിൽ ഓടിയാലും നഷ്ടമില്ല. സ്ത്രീകളെന്ന് പറഞ്ഞ കുടുംബത്തിൽ കത്തിച്ചു വെച്ച വിളക്കാണ്. കറക്റ്റ് ആണത്. എടാ വിനീഷ, ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ലടാ. ഈ കുടുംബത്തെ സന്ധ്യ കഴിഞ്ഞ ഒരു വിളക്ക് കത്തിച്ചു വയ്ക്കാൻ ഇങ്ങനെ സമ്മതിക്കത്തില്ല. ഇവിടെ ഇവിടെ ഓൾറെഡി ലൈറ്റ് കത്തുന്നുണ്ട്. ആ. പിന്നെ അതിനെ കൊണ്ട് നിലവിളക്ക് കത്തിച്ചിങ്ങനെ എണ്ണ തിരി തീപ്പട്ടി എന്ത് ചെലവാന്നറിയാവൂ. ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനൊന്നും അല്ല എന്നെ എന്റെ അമ്മ പഠിപ്പിച്ചേക്കുന്നേ. 6 മണി കഴിഞ്ഞാ നമ്മൾ വിളക്ക് കത്തിക്കണം, എന്നാലേ മഹാലക്ഷ്മി അകത്തോട്ട് വരുത്തുള്ളെന്നാ. ഇവിടെ അമ്മയുടെ വർത്താനം കേട്ടതൊന്നും 5:45 മഹാലക്ഷ്മി വന്ന് മതിലേലിരിക്കുക. ഇവിടെ കത്തിക്കാൻ പറ്റി ചാടി ആൾക്കാട്ട്. അത് പോട്ടെ, 17ാമത്തെ വയസ്സ് ഞാൻ ഇയാളുടെ കൂടെ വന്നതാണ്. എന്റെ ഒരു ആഗ്രഹം പോലും ഇയാൾ എനിക്ക് സാധിച്ചു തന്നിട്ടില്ല. നിന്റെ ഏതാഗ്രഹം ഞാൻ സാധിച്ചു തരാത്ത? ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ എനിക്ക് 6 ഇഞ്ചിന്റെ ഒരു ചെരുപ്പ് കൊണ്ട് തരാൻ. 12 ഇഞ്ചിന്റെ ചെരുപ്പല്ലോ എനിക്ക് നിങ്ങൾ ഇന്നലെ കൊണ്ട് തന്നെ. അതുകൊണ്ടൊന്നും എന്ത് മനുഷ്യനാണ് 6 ഇഞ്ചിന്റെ ചെരുപ്പ് വെച്ചിട്ട് എന്തിനാണ് നിങ്ങൾ 12 ചെരുപ്പ് നീ കൊടുത്തത്? എന്നറിയിച്ചാൽ അവരുടെ ഭക്ഷണം പിടിക്കണം. 6 ഇഞ്ചിന്റെ ചെരുപ്പിന് 400 രൂപ, 12 ഇഞ്ചിന്റെ ചെരുപ്പിന് 400 രൂപ. അതിന്? അപ്പൊ 6 വലുത് 12 ആണോ? 400 രൂപയ്ക്ക് 6 12 വലുത്? നീ പറ. അല്ല 12 6 വലുത് ഏതാണോ? അപ്പൊ 12 അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. 12 വലുത്. അതാണ്. നീ എങ്ങനെയാണ് ഈ വണ്ടി വലിച്ചോണ്ട് ഇത്ര നാൾ നടന്നത്? എടാ വണ്ടിയുടെ കാര്യം നീ ചോദിക്കണം. കല്യാണം കഴിഞ്ഞപ്പോ എന്റെ അച്ഛൻ ഇങ്ങാർക്കൊരു കാറ് കൊടുത്തു. ഇത്രയും കൊല്ലമായിട്ടും ആ കാറിന്റെ ഫസ്റ്റ് ഗിയർ മാത്രമേ ഇയാളുടെ അടുത്തുള്ളൂ. ചേട്ടാ 3-4 ഗിയറുണ്ട് വണ്ടിക്ക്, മാറി മാറി ഉപയോഗിക്കണം. അത് ദൂർത്തന്മാര്. ഞാൻ അങ്ങനെ ലാഭിച്ചായിട്ട് കളിക്കുന്ന ആളല്ല. ഒരെണ്ണം ഉപയോഗിച്ച് തീർന്നതിന് ശേഷം മാത്രമേ ഞാൻ അടുത്ത് ഉപയോഗിക്കൂ. ഒന്നും തീർന്നിട്ട് അടുത്ത് എടുക്കാൻ പല്ലി തേക്കണം, ബ്രഷ് അല്ല. ഇയാൾ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബക്കാര് മൊത്തം പിശുക്കനാ. അത് ശരി, കുടുംബക്കാര് മൊത്തം പിശുക്കാണ്. ഞാൻ വരവറിഞ്ഞ് ചെലവാക്കുന്ന ഒരാളാ. ആ. പിശുക്കൻ എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ ഇത്തിരി പിശുക്കനായിരുന്നു. അച്ഛന്റെ പിശുക്ക് കൊണ്ടാണ് ഞങ്ങൾ 13 മക്കളെ അച്ഛൻ അടിപൊളിയായിട്ട് വളർത്തിയത്. അച്ഛൻ എത്ര മക്കളാ? 13 മക്കൾ. അപ്പം പിശുക്കനല്ല, ധാരാളി. ധാരാളി ധൂർത്തൻ. എന്റെ വിനീഷ, ഇവിടെ നിന്ന് ഇയാളോട് കഥ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നീ ചോറ് കഴിച്ചിട്ടേ പോവുള്ളൂ. വാ. എന്തിന്? ഞങ്ങൾ ചോറ് കഴിച്ചു കഴിയണവരെ നീ ഇവിടെ നോക്കി നിന്നിട്ടല്ലേ കഴിക്കും. നീ ഇപ്പഴിറങ്ങിക്കും. അതല്ല പറഞ്ഞത്, നമ്മൾ 3 പേരും കൂടെ ചോറ് കഴിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നുള്ളൂ. നമ്മൾ 3 പേരും കൂടി ചോറ് കഴിക്കൂലോ? ഇനിയും വാ. അവൻ നിക്കണം നിപ്പുണ്ടാവും. അവനെ നോക്കിയ നീ ഒന്നും ഒരു നാഴി ഉപ്പിന്റെ ചോറ് അവൻ കറിയില്ലാതെ കഴിക്കും. ആകപ്പാടൊരു കുണുക്കാട്ടി കോഴിയെ മേടിച്ചിട്ടുള്ള പകുതി മുക്കാലും അവൻ കയറ്റിട്ട് പോകും. എന്റെ മനുഷ്യ, വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നമ്മുടെ വീട്ടിൽ കയറി വന്നവൻ ഇച്ചിരി ചോറ് കൊടുക്കണം. നിങ്ങൾ എന്താണ് പറയുന്നത്? കറിയുടെ കേസാണോ? ഞാൻ ഉപ്പ് കൂട്ടിയാണെങ്കിലും കഴിച്ചോളാം. കണ്ടോ, സമ്മതിച്ചോ? എന്താണ് കഥകളി നടത്തുന്നത്? ചോറ് കഴിച്ചിട്ട് ഞാൻ ഇറങ്ങോളൂ, അതിനകത്ത് ടെൻഷൻ വേണ്ട. നീ ചോറ് കഴിക്കാൻ തീരുമാനിച്ചു? ചോറ് ഞാൻ കഴിക്കും. ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചോറ് കഴിച്ചാൽ വയറ് ചാടുമെന്ന്. ചോറ് കഴിച്ചാൽ വയറ് ചാടും? ടുണീഷ്യ നീ കേട്ടു? ടുണീഷ്യ. അവിടെ നിന്നെപ്പോലെ ഇതേ പൊക്കം, ഇതേ വണ്ണം, ഇതേ കളർ, ഇതേ ഷേപ്പ് ഉള്ള ഒരുത്തൻ അതിലൊക്കത്ത് വെഡിങ് ആനിവേഴ്സറി നടക്കുന്ന വീട്ടിൽ പോയി ചോറ് കഴിച്ച് അവന്റെ വയറ് ചാടി അവനിപ്പോ ആത്മഹത്യയുടെ വക്കീലാണ്. മഞ്ജു എന്നാ എനിക്ക് ചോറ് വേണ്ട. അങ്ങനെയാണെങ്കിലേ ഒരു ഗ്ലാസ് പാൽ ചായ എടുത്തിട്ട് വരാം. അത് മതി, പാൽ ചായ എടുത്തോ. അത് മതി. അതാകുമ്പോ കിഡ്നി അടിച്ചു പോകത്തേ ഉള്ളൂ. കിഡ്നി അടിച്ചു ചായ കുടിച്ചാ? എടാ, ഈ കവർ പാലിനകത്ത് ഈ പാല് കയറാതിരിക്കാൻ എന്തെല്ലാം രാസവസ്തുക്കളെ ചേർത്ത് വിടുന്ന അറിയാമോ? ആണോ? പിന്നെ ടുണീഷ്യയിൽ ഇത് കൊണ്ടുവരുത്ത നീ അയലോക്കത്ത് ചെന്ന് കവർ പാൽ കുടിച്ച് അവന്റെ 2 കിഡ്നി ഫെയിൽ ആയിപ്പോയി. നിന്റെ അതേ പൊക്കം, നിന്റെ അതേ വണ്ണം, ടുണീഷ്യയിലെ നീ ആ കിഡ്നി അടിച്ചു പോയി. എനിക്ക് പാൽ ചായ വേണ്ട, കട്ടൻ മതി. മധുരം കൂട്ടിയെടുത്തു. അത് ശരി, മധുരം കൂട്ടി. പാൻക്രിയാസ് തകർക്കും. പാൻക്രിയാസ് തകരുവോ? എടാ, ഈ പഞ്ചസാര എന്ന് പറഞ്ഞ എന്നാ? മധുരമുള്ള സാധനം അല്ല, വൈറ്റ് പോയിസൺ ആണോ? ഇവൻ പാൻക്രിയാസിനെ ആക്രമിച്ച് കീഴടക്കും. പിന്നെ നിനക്ക് ഷുഗർ പിടിച്ച് നിന്റെ കാലും മുറിച്ച് കളഞ്ഞു ഇങ്ങനെ ചാടിച്ചാടി കൊള്ളതാണോ? ചുമ്മാ അടിച്ചു വിടരുതേ. എടാ, നിനക്ക് ടുണീഷ്യയിൽ നിർത്തിക്കോ. ടുണീഷ്യയിൽ എന്നെ പോലെ ഒരാളല്ലേ? നിന്റെ അതേ ഫീർ വേണ്ട, എനിക്ക് ചായ വേണ്ട. ചൂടുവെള്ളം തരാമല്ലോ. ചൂടുവെള്ളം അതാകുമ്പോ കരളേ പോകത്തുള്ളൂ, കുഴപ്പമില്ല. പിന്നെ കെളുത്ത് വരും. ചൂടുവെള്ളം കുടിച്ചാ എങ്ങനെ കരള് പോണത്? വെള്ളം എന്ന് പറഞ്ഞാ H2O ആണ് വെള്ളം. ഈ അലൂമിനിയം പാത്രത്തിലല്ലേ ഉണ്ടാക്കുന്നത്? അതെ. അലൂമിനിയം എന്ന് പറഞ്ഞ A2O3 അലുമിനിയം. പിന്നെ A2O3 H2O കൂടി ഇതിനകത്ത് കിടന്ന് വിഘടിക്കും. ഇതെന്തിനാ ഇതിനകത്ത് കിടന്ന് വിഘടിക്കണേ? പിന്നെ അതിന് വയറ്റിൽ ഹബീബ് പോയി കിടന്ന് വിഘടിക്കാൻ പറ്റും. പാത്രത്തിനകത്ത് കിടന്ന് വിഘടിക്കും. എന്നിട്ട് നിന്റെ ആമാശയത്തിൽ ചെല്ലുമ്പോൾ ഇത് വേറൊരു രാസവസ്തുവായി മാറും. ഇത് നിന്റെ ആമാശയം അബ്സോർബ് ചെയ്യും.
ഈ വെള്ളോ? ഈ രാസവസ്തു ഇതിട്ട് നേരെ കരലിന് കൊടുക്കും. എന്തിനാ? അത് അവര് തമ്മിലുള്ള എന്നോട് ചോദിച്ചാൽ എനിക്കല്ല. നിന്റെ കരൾ അടിച്ചു പോകും, പിന്നെ ലിവർ ഫ്രൈക്ക് പോലും നിന്റെ കരൾ കിട്ടിയല്ല. വെള്ളം വേണ്ട. അതാ നല്ലത്. ചൂടുവെള്ളം വേണ്ട. ഉമിനീര് ഇറക്കണതിന് കുഴപ്പമുണ്ടോ? ഉമിനീര് നിന്റെ ഉമിനീരാണോ? എന്റെ ഉമിനീരാ. എന്നാ കാണിക്കും അതെങ്കിലും കിട്ടിയില്ല. ചേട്ടാ അതെ, സംഭവം എന്നാലും പോട്ടെ, നമുക്ക് കേക്ക് കെട്ടിയാണല്ലോ പരിപാടിയിലേക്ക് പോകും. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി വന്ന് ഞാനൊരു കാര്യം പറയട്ടെ. എന്തായാലും നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ. നമുക്ക് ഇന്ന് ചെറിയൊരു റീൽസ് എടുത്താലോ? എടുക്കാം. ഒരു 150 ഞാനിട്ടു. പക്ഷെ 3 പെക്ക് കട്ടിക്ക് ഞാൻ അടിക്കും. റീൽസ് എനിക്ക് ജവാനാണ് ഇഷ്ടം. പിന്നെ നീ ഇന്ന് റീൽസ് എടുക്കാന്ന് വെച്ചാൽ റീൽസ് എടുത്തു. അതല്ലെന്ന്, ഇത് ഫോണിൽ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ വീഡിയോ എടുക്കും. അതിന് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യും. പൈസ മുടക്കുമല്ലോ. ഒരു പൈസ മുടക്കില്ല. എന്തെങ്കിലും സംഭവിച്ചല്ലോ. ഒന്ന് രണ്ടുപേരും കൂടെ ഒന്ന് ചേർന്ന് തന്നെ. അതായത് നിങ്ങളുടെ നേരത്തെ ആ റൊമാൻസ് ആണ് ഇവിടെ വേണ്ടത് കേട്ടോ. ഒരു പാട്ടിട്ടോട്ടെ, ഞാൻ ഒരു പാട്ടിട്ടോട്ടെ. എന്നതാണ് ഈ കാണിക്കണ? എന്താണിത്? നിങ്ങൾ എവിടെ പോണ ഈ കത്തിയും പൊക്കി പിടിച്ചോണ്ട്? കശാപ്പിന് പോണ ഒരു ഫീലാണല്ലോ കിട്ടും. ഇങ്ങാർക്ക് റൊമാൻസ് ഒന്നും ഇല്ലടാ. എന്തോന്നോ ഇത് കാണിക്കുന്നേ? അതൊക്കെ അപ്പുറത്തെ വീട്ടിലെ സുനിതയുടെ ഭർത്താവ് പ്രമോദിന്റെ റൊമാൻസ് നീ ഒന്ന് കാണണം. എടീ, ഉത്തമയായ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിനുള്ള റൊമാൻസ് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കണം. അപ്പുറത്തെ പ്രമോദിന്റെ റൊമാൻസ് കണ്ട് തുള്ളിയല്ലേ വേണ്ടത്. ചേട്ടാ, നിങ്ങൾ എങ്ങോട്ടാ നീ പറഞ്ഞു കയറി പോണത്? നിങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് ഒളിച്ചോടി വന്നില്ലേ? അന്ന് ബെഡ്റൂമിൽ വെച്ച് ചേച്ചിയെ കണ്ടില്ലേ? ആ സമയത്ത് നിങ്ങളുടെ ഒരു റൊമാൻസ് ഇല്ലായിരുന്നോ? ആ ഒരു സംഭവം വന്നിട്ട് അതിൽ നിങ്ങൾ കേക്ക് കട്ടിയണം. അതാണ് വേണ്ടത്. പറയണ്ടേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇതെന്താണ് ഈ കാണിക്കാൻ പോണത്? വൈറൽ ആകണ്ടേ? ഇത് വൈറലല്ല, ഇത് വിറയലാണ്. ഫോൺ പിടിച്ചേ. റൊമാൻസ് ഞാൻ കാണിച്ചു തരാം. ഉമ്മ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി എപ്പ വന്നതാണ് ഞാനൊരു കേക്ക് ആയിട്ട് ഇവിടെ. ഞാൻ കാണിച്ചു തരാം. കേക്ക് എടുക്കുന്നു, വായിൽ വെച്ച് കൊടുക്കുന്നു. കേക്ക് എടുക്കുന്നു, അവന് വായിൽ വെച്ച് കൊടുക്കുന്നു. കഴിഞ്ഞു. ഇപ്പോഴും പിടിച്ചോണ്ടിരിക്കണോ? നിനക്ക് ഭയങ്കര റൊമാൻസ് ആണല്ലോ. ഈ റൊമാൻസിന്റെ പകുതി നീ നിന്റെ പെണ്ണുപിള്ളേരടുത്ത് കാണിച്ചിരുന്നെങ്കിൽ അവളിപ്പോ നിന്റെ കൂടെ കണ്ടേനെ. അവള് പോയെങ്കിൽ അതിന് കാരണമുണ്ട്. എനിക്ക് മാലക്കണ്ണാന്നും പറഞ്ഞ അവൾ ഇട്ടിട്ട് പോയതാണ്. എന്തൊരു സ്ത്രീ അത്! സ്വന്തം ഭർത്താവിന് മാലക്കണ്ണാണെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയോ? എന്താ നീ പറയണത്? കല്യാണം കഴിച്ചിട്ട് വന്ന് പിറ്റേ ദിവസം തൊട്ട് അവളെ കഴുത്തേ കിടന്ന 5 പവന്റെ മാലയിലായിരുന്നു ഇവന്റെ അമ്മയുടെ കണ്ണ്. അതാണ് മാലക്കണ്ണ്. അതെ, മഞ്ജൂടെ ഇന്ന് ആരെ വെഡിങ് ആനിവേഴ്സറി ആയി? ഞങ്ങളുടെ ആണോ? ഇപ്പൊ കേക്ക് കട്ട് ചെയ്ത് കഴിക്കേണ്ട ആരാ? നമ്മള്. ഇപ്പൊ കഴിച്ചാരാ? ഞങ്ങള്. ഞാനല്ല കഴിക്കണ്ടത്. നമുക്ക് ഒന്നുകൂടെ മുറിക്കും. ഇവനെ ഗാനമേള നടത്താൻ പോവാണ് ചെക്ക് ചെയ്തിട്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു ഊണിനകത്ത്. പിന്നെ ക്രീം കേക്കിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് സാധനം ഒരഞ്ഞിറങ്ങിപ്പോയോ? ഒരഞ്ഞിറങ്ങിയോ? അതെന്നാ എന്നതാടി കുത്തി കളിക്ക് നോക്കുന്നു? ഒരഞ്ഞിറങ്ങിപ്പോയ പോലെ തോന്നി. ഒരഞ്ഞിറങ്ങിപ്പോയി. ഒരഞ്ഞിറങ്ങാനിരിക്കുന്നു. നീ ഇങ്ങോട്ട് വന്നേടാ. കൊണ്ടുപോകണോ? ഏത് കഷ്ണാടി എനിക്ക് വായിൽ വെച്ച് വന്നത്? എഴുതി കഷ്ണം. അയ്യോ, അപ്പൊ മോതിരം എന്റെ വായ്പ. എന്ത് ചെയ്യും? ഞാൻ ചാവും. എന്താണ് സംഭവം? അത് ചേട്ടാ പറയടി, എന്താണ് സംഭവം? ചേട്ടനൊന്നും തോന്നരുത്. എന്നിട്ട് ഞാൻ തീരുമാനിക്കണം തോന്നണോ വേണ്ടത്. വയറ്റിലുണ്ട്. വയറ്റിലുണ്ടല്ലേ? അതല്ലെന്ന്. വെഡിങ് ആനിവേഴ്സറിക്ക് ചേട്ടനൊരു വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു ഭർത്താവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഈ വയറ്റിലുണ്ട്. അതല്ലെന്ന്, വിനീഷിന്റെ വയറ്റിലുണ്ടെന്ന്. എന്ത്? എന്നെ പറ്റിച്ച് ശാസ്ത്രത്തെയും തോപ്പിച്ചോ? എന്താണ് ഈ പറയുന്നത്? ഞാൻ വെഡിങ് ആനിവേഴ്സറിക്ക് ചേട്ടനൊരു സർപ്രൈസ് തരാൻ വേണ്ടി 25,000 ഡയമണ്ട് മോതിരം ആ കേക്ക് വെച്ച് ആ കേക്ക് അവൻ കഴിച്ച്. അയ്യോ ചെറുകുടലിൽ കുടുങ്ങിയോടാ. എന്റെ ചോരയാണോ നിന്റെ വയറ്റിൽ? ചോരയോ? ഞാൻ ചോര നീരാക്കി ഉണ്ടായ 25,000 കൊണ്ട് മേടിച്ച മോതിരാണോ നിന്റെ വയറ്റിൽ? അയ്യോ ആരെങ്കിലും പാനൊന്നിട്.
ഫാനിട്ട കണ്ടിയാട്ട് കൂടും വീശി കൊടുക്കും അവിടെ കയറി പിശുക്കല്ലേ ചേട്ടാ, എന്നെ എങ്ങനെയാലും ആശുപത്രി കൊണ്ടുപോട്ടാ, അല്ലെങ്കിൽ ഞാനിപ്പോ ചാവൻ ചേട്ടാ, എന്നെ ആശുപത്രി കൊണ്ടുപോയിടാ. ഞാൻ ആംബുലൻസിനെ വിളിക്കാം. നീ ബാത്റൂമിലേക്ക് വന്നേ. ആംബുലൻസ് വിളിച്ചു. ആംബുലൻസ് വിളിക്കണ്ട, ഞാൻ സൈക്കിളെ കൊണ്ടുപോകുന്നേ. ബാത്റൂമിലേക്ക് പോവാം. ബാത്റൂമിൽ പോകണ്ട, എനിക്ക് മൂടില്ല. നിനക്ക് നല്ല മൂടുണ്ട് എനിക്കറിയാം. അതല്ല, ബാത്റൂമിൽ പോകുന്ന എനിക്കൊരു മൂഡ് തോന്നലില്ല. അല്ലെങ്കിൽ വേണ്ട, ബാത്റൂമിൽ പോയ സംഭവം ശരിയാകത്തില്ല, കൈവിട്ടു പോകും. ഒരു പണി, പറമ്പിലേക്ക് പോവാം. പറമ്പിൽ പോയി എനിക്ക് ശീലമില്ല. ആശുപത്രി കൊണ്ടുപോയിട്ട് എന്നെ ആശുപത്രി കൊണ്ടുപോകും. അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നമുക്ക് സർക്കാർ ഹോസ്പിറ്റലിലേക്ക് പോവാം. വേണ്ട, ഗവൺമെന്റ് ആശുപത്രി പോകണ്ട. ഇവിടുന്ന് 15 കിലോമീറ്റർ പോകണം. 2 കിലോമീറ്റർ പോയാൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ കൊണ്ടുപോകും. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ നിന്റെ അച്ഛൻ കൊടുക്കണം പൈസ. എന്ത് മനുഷ്യനാണ്. ദൈവമേ, പോകാം. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം പൊന്നു ദൈവമേ, സ്വന്തം മരണത്തിന് ആറാറ് ചെയ്യുന്ന ഒരു മനുഷ്യന് ഞാൻ ആദ്യം കാണാം. ഹലോ, അതെ ആണോ? സത്യാണോ? ഓക്കെ. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന്. ഈ കേക്കിനകത്ത് റിംഗ് ഇല്ലെന്ന്. റിംഗ് വെച്ച കേക്ക് ബേക്കറി ഇരിക്കണം, മാറിപ്പോയെന്ന്. എനിക്കൊരു പ്രശ്നമല്ല. ആംബുലൻസ് വന്നു. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ മോതിരം വിഴുകിയിട്ടില്ല. ഈ മോതിരം വിഴുകിയിട്ടില്ല, കുഴപ്പമില്ല. എനിക്ക് ചെറിയ കുഴപ്പമുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഈ കുഴപ്പം? ഇനി ആംബുലൻസ് വിളിച്ച് എന്നെ 1500 ഞാൻ കൊടുക്കണം. ആ പൈസ എനിക്ക് മുതലാക്കണം. ഞാൻ ആംബുലൻസ് കയറി അവിടെ വരെ പോകും. എന്തൊരു പിശുക്കനാണോ നിങ്ങള്? ആറ്റി കളഞ്ഞാലും അളന്ന് കളയണം, മനസ്സിലായോ? ഏ